മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മാവിൻ ചില്ലകളിലെ മാന്ത്രിക സ്പർശം. വിവിധ രൂപവർണ്ണങ്ങളിലുള്ള പൂക്കുലകൾ. രൂപവർണ്ണ ഗന്ധരുചിഭേദങ്ങളാർന്ന മാങ്ങാക്കുലകൾ. എല്ലാം വീട്ടുമുറ്റത്തെ ഒരു മാവിൽ. കൃഷിവകുപ്പിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ PM ആഗസ്റ്റയുടെ ഈ ബൗദ്ധിക തന്ത്ര വൈദഗ്ധ്യം നൂറുമേനി യാത്രികർ മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. എങ്കിലും കാലദൈർഘ്യം ഈ സംവിധാനത്തെ എത്രത്തോളം വിജയകരമായി നിലനിർത്തും എന്നുകൂടി അറിയണമല്ലോ. അതിനുവേണ്ടിയാണ് ഈ പുനർയാത്ര. തൃശൂർ ജില്ലയിൽ പട്ടിക്കാട് പരേതനായ ക്യാപ്റ്റൻ ഡോക്ടർ ജോർജ് വർഗീസിന്റെ ഭവനാങ്കണത്തിലാണ് നാം വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നത്. ടെറസിന്റെ മുകളിലേക്ക് ചായ്ച്ചു പടർത്തിയ മാവത നിൽക്കുന്നു. 17 വ്യത്യസ്ത ഇനം മാവുകളെയാണ് ഈ ഒരു മാവിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ പിടിപ്പിച്ചതെല്ലാം സമൃദ്ധിയായി കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. മറ്റുള്ളവ കമ്പ് പിടിച്ചു വരുന്നതേ ഉള്ളൂ. കായ്ഫലം നൽകുന്നതിൽ ധാരാളികളായി ഇതാ ആർക്ക പുനീത്, ചന്ദ്രക്കാരൻ, ഇത് നടശാല, നീലവും ദശേരിയും സംയോജിപ്പിച്ചൊരുക്കിയ മല്ലിക, ഇത് ബാംഗ്ലോറ അഥവാ സേലം, വർഷത്തിൽ 4 തവണ കായ്ഫലം തരുന്ന കോട്ടപ്പറമ്പൻ, കൊളമ്പ്, കോശ്ശേരി, കഴിഞ്ഞ തവണ നമ്മളിവിടെ എത്തിയപ്പോൾ കോശ്ശേരി പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. ഈ തക്കടിമുണ്ടൻ മാങ്ങ ഹൈബ്രിഡ് ഇനത്തിലേതാണ്. ഈ കാണുന്നത് മുണ്ടപ്പ. കാലപ്പാടി,
അർക്ക അരുണ. കായ്കളിലും കായ്ക്കുലകളിലും രൂപത്തിലും നിറത്തിലുമുള്ള വ്യത്യാസം ഈ മാവിനെ മൊത്തത്തിൽ ഒരാരാമ സുന്ദരിയാക്കുന്നുണ്ട് അല്ലേ? ആരോഗ്യമുള്ളതും ഊർജ്ജസ്വലമായതുമായ ശിഖരങ്ങളെയാണ് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള സയോണായി ഉപയോഗിക്കുന്നത്. ആവശ്യമില്ലാത്ത ശാഖകളെ മുറിച്ചുമാറ്റി പ്രധാന ശാഖകൾക്ക് മതിയാം വിധം സൂര്യപ്രകാശം ലഭ്യമാക്കേണ്ടതുണ്ട്. ക്യാപ്റ്റൻ ഡോക്ടർ ജോർജ് വർഗീസിൻ്റെ മകൻ ജിജി ജോർജും അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്മിത ജോണുമാണ് ഇപ്പോൾ ഈ മാവിൻ്റെ പരിചരണം നിർവഹിക്കുന്നത്. കണ്ടില്ലേ, ഈ ദമ്പതികളുടെ കുഞ്ഞ് ഇപ്പോഴേ പ്രകൃതിയോടിണങ്ങി വരികയാണ്. ഈ കൂട്ടുകുടുംബത്തിലെ ഓരോ ശാഖാംഗവും മത്സരിച്ചാണ് പൂത്ത് കുലകളണിയുന്നത്. ഗ്രാഫ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണോ? അല്ല. മറ്റു മാവുകളെ അപേക്ഷിച്ച് ഏറെ പരിചരണവും ശ്രദ്ധയും ലാളനയും ഇവർക്ക് ലഭിക്കുന്നു എന്നതാവാം പ്രധാന കാരണം. അതെ, മനസ്സർപ്പിച്ച് പ്രകൃതിയെ ഇരുകൈകളാൽ നാം താലോലിക്കുമ്പോൾ ആയിരമായിരം കരങ്ങളാൽ പ്രകൃതി നമ്മെ ആശ്ലേഷിക്കുക തന്നെ ചെയ്യും. ശ്രീമതി സ്മിത ജോൺ മണ്ണുത്തി സോയിൽ ടെസ്റ്റിംഗ് ലാബിലെ കൃഷി ഓഫീസറും കാർഷിക പ്രിയയുമാണ്. സ്മിത ജോൺ പറയുന്നത് ശ്രദ്ധിക്കാം. ഡോക്ടർ ജോർജ് വർഗീസ് അഗസ്റ്റിൻ സാറുമായിട്ടുള്ള ഒരു അടുപ്പത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു പദ്ധതിക്ക് ആദ്യം തന്നെ രൂപകൽപ്പന ചെയ്തത്. മറ്റുള്ള പലരും നിരുത്സാഹപ്പെടുത്തിയിട്ടും ഡാഡി ഇതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങുകയായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒക്കെ ഇത് മാവിനെ വെട്ടി ഒതുക്കി ആദ്യത്തെ വർഷങ്ങളൊന്നും കായ കിട്ടാതായപ്പോൾ തന്നെ ആളുകൾ പറയുവാൻ തുടങ്ങി ഇത് വളരെ മോശം പ്രൊജക്റ്റ് ആയിരുന്നു എന്ന്. പക്ഷേ പിന്നീടുള്ള മാസങ്ങളിൽ ഡാഡി വിവിധങ്ങളായിട്ടുള്ള മാങ്ങകൾ കൊണ്ടുവരുമ്പോൾ തന്നെ ആൾക്കാർക്ക് അതുപോലെ തന്നെ ഇത് ആശ്ചര്യം ഉളവാക്കിയിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ഒരു മാവിൽ തന്നെ വിവിധ തരം മാങ്ങകളെ ഉൽപ്പാദിപ്പിക്കുക എന്നത് ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. 17 തരം മാവിൻ്റെ വിവിധ തരങ്ങൾ ഒറ്റ മാവിൽ തന്നെ ഉണ്ടാവുക എന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ ഒരു മാവ് മാത്രമുള്ള ഒരു കർഷകൻ വിവിധങ്ങളായിട്ടുള്ള മാങ്ങകൾ തിന്നണമെന്ന് ആഗ്രഹം വരിക. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഈ ഒരു ടെക്നോളജി അല്ലാതെ നമുക്ക് ഹോർട്ടിക്കൾച്ചറിന് വേറൊരു ടെക്നോളജി തന്നെ ഇത് കൊടുക്കാനായിട്ടില്ല. ഈ മാങ്ങാക്കുലകളുടെ ഭാരം തന്നെ ഈ ശിഖരത്തിന് താങ്ങാനാവുന്നില്ല. അല്ലായിരുന്നെങ്കിൽ കാലുകൾ പിണച്ച് ശിഖരത്തിൽ തൂങ്ങിയാടി ഒരണ്ണാൻ കുഞ്ഞിനെ പോലെ തല കീഴായി കിടന്ന് ഒരു മാമ്പഴത്തിൻ്റെ സ്വാദ് നുണഞ്ഞേനെ. അനിതര സാധാരണമായ ഒരു സുഖാനുഭവം, കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന മാമ്പൂമണം. ഇത് ചന്ദ്രകാരൻ മാങ്ങകളാണ്. നിങ്ങൾക്ക് കാണാം കൊലകൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഈ ചന്ദ്രകാരൻ മാങ്ങകൾ കാണാൻ തന്നെ നമുക്ക് മനസ്സിനെ നല്ല കുളിരേകുന്നതാണ്. ഇത് എല്ലാ വർഷവും കായ്ക്കുന്ന മാങ്ങയല്ല, പക്ഷേ നമ്മൾ ഇവിടെ വെച്ച് ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ എല്ലാ വർഷവും ഇത് കായ്ക്കുന്ന ഒരു പരുവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് അർക്ക പുനീത് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. അർക്ക പുനീത് ഒരു രണ്ടും തമ്മിൽ ക്രോസ് ചെയ്തിട്ടുള്ള അൽഫോൻസോവും അതുപോലെ തന്നെ ബംഗനപ്പള്ളിയും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ഒരു മാങ്ങയാണ്. ഇത് നമ്മുടെ ചന്ദ്രകാരൻ മാങ്ങകളെ പോലെയല്ല. അർക്ക പുനീതിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ വർഷവും കായ്ക്കുന്ന ഒരു മാങ്ങയാണ്. ഇത് കോശേരി മാങ്ങകളാണ്.
ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല വലിപ്പം വരുന്ന മാങ്ങകളാണ്. അതുപോലെ തന്നെ ഇത് ഒക്ടോബർ സീസൺ വരെയും ഇത് നിലനിൽക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകതകളായിട്ടുള്ളത്. നിങ്ങൾ കാണുന്ന ഇത് കൊളംബ് മാങ്ങകളാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹൈബ്രിഡ് മാങ്ങയാണ്. ഇത് കോട്ടപ്പറമ്പൻ മാങ്ങകളാണ്. നമുക്ക് കളർ കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കൊലകളായിട്ടുണ്ടാവുന്നു. അതുപോലെ തന്നെ ചെറിയ ഒരു ചുമന്ന കളറും ഇതുമേ പ്രത്യക്ഷമാണ്. മല്ലിക മാങ്ങകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ ഇവിടെയുള്ള നീലവും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലുള്ള ദശേറി എന്ന മാങ്ങയാണ്. ഇത് തമ്മിൽ ചേർത്തുണ്ടാക്കിയതാണ് ഈ മല്ലിക എന്ന ഹൈബ്രിഡ്. ഏതോ ഒരു പഴയ സിനിമാ ഗാനം കാതിനുള്ളിൽ ചൂളമടിക്കുന്നത് പോലെ അല്ലേ? വിശാലമായ പറമ്പുകളൊന്നുമില്ലാത്തവർക്ക്, ഗ്രാമീണരായാലും നാഗരികരായാലും, ഗൃഹാങ്കണത്തിൻ്റെ ഒരോരത്ത് ഒരു മാവിൽ ഒരു പഴക്കടയിലെ മാങ്ങ ഇനങ്ങളെയെല്ലാം കയ്യെത്തിപ്പിടിക്കാനും വർഷം മുഴുവൻ മാങ്ങ ലഭിക്കാനും വഴിയൊരുക്കുന്ന ഈ ഗ്രാഫ്റ്റിംഗ് വിദ്യയെപ്പറ്റി കേരള കാർഷിക സർവകലാശാല ഹോർട്ടിക്കൾച്ചർ വിഭാഗം പ്രൊഫസർ ആൻഡ് ഹെഡായ ഡോക്ടർ ആലിസ് കുര്യൻ പറയുന്നത് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുന്നത് മറവിക്കാർക്കും നൂറുമേനിയുടെ നവയാത്രികർക്കും ഏറെ ഗുണപ്രദം തന്നെയായിരിക്കും. ഈ മെത്തേഡ് ടോപ്പ് വർക്കിംഗ് എന്ന് പറയും. അതായത് അൺപ്രൊഡക്റ്റീവായിട്ടുള്ള മാവുകളെ നമുക്ക് പ്രൊഡക്റ്റീവാക്കി മാറ്റാനുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇത് മാവുകൾ വളർന്ന് വലുതായ മാവുകളിലും നമുക്കിത് ചെയ്യാം. വലിയ ശിഖരങ്ങളുള്ള മാവുകളെ നമുക്ക് വെട്ടിമാറ്റി, ശിഖരങ്ങൾ വെട്ടിമാറ്റുക, അതിൽ നിന്ന് വരുന്ന ചെറിയ പൊടിപ്പുകൾ, ആ പൊടിപ്പുകളിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ മെത്തേഡ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് വിവിധ ഇനം മാവുകളെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളതാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഇനങ്ങളെ നമുക്ക് ഒരു മാവിൽ തന്നെ 3-4 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ സാധിക്കും. അത് ഗ്രാഫ്റ്റിങ്ങിനായിട്ട് വെറൈറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ചുകൂടെ കോമ്പാറ്റബിൾ ആയിട്ടില്ല, അതായത് ഏതാണ്ട് ഈക്വൽ ഗ്രോത്ത് ഉള്ള വെറൈറ്റി വേണം തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ ഭയങ്കര വിഗ്രസ് ആയിട്ടുള്ള വെറൈറ്റി ബാക്കി വെറൈറ്റീസിനെ ഓവർഗ്രോ ചെയ്യും. അപ്പോൾ ചില വെറൈറ്റീസ് സപ്രസ്ഡായി പോകും. അതുകൊണ്ട് ഒരുമാതിരി കോമ്പാറ്റബിൾ ആയിട്ടുള്ള സ്പീഷീസ് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുക. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നല്ല മാങ്ങ ലഭിക്കുന്നുണ്ട്. കാലേപ്പാടി, ഉദാഹരണത്തിന് കാലേപ്പാടി വളരെ ചെറിയ ഇലകളും അതുപോലെ വളരെ കോമ്പാക്റ്റായിട്ട് വളരുന്നൊരു വെറൈറ്റി ആണത്. അപ്പോൾ അതുകൊണ്ട് കാലേപ്പാടി ഇങ്ങനെ ടോപ്പ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇത് നാസിക് പസന്താണ്, ഇത് നിലാരി പസന്ത്. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഇനങ്ങളെ ഒരു മാവിൽ തന്നെ, നമുക്കൊരു മാവ് ഉള്ളുവെങ്കിൽ ആ മാവിൻ്റെ വിവിധ ശാഖകളിൽ നമുക്കിഷ്ടപ്പെട്ട ഇനങ്ങളെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജാണ്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂണിങ് ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് ക്രമീകരിക്കേണ്ടതും ആവശ്യമാണ്. അല്ലാതെ ഓവർ ഗ്രോ ചെയ്ത് വരുമ്പോൾ ക്രൗഡഡ് ആവും, ബ്രാഞ്ചസൊക്കെ ക്രൗഡഡ് ആവുമ്പോൾ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ഇയർലി വൺസ് ഒരു പ്രൂണിങ്, അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ബ്രാഞ്ചസ് അതുപോലെ ഡിസീസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചസൊക്കെ വെട്ടിമാറ്റിയിട്ട് അതിനെ പ്രൂണിങ് ചെയ്ത് അതിൻ്റെ കനോപ്പി ഒന്ന് ക്രമീകരിച്ചാൽ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലെ ഓർത്തോപീഡിക് സർജനായ വലിയ വീട്ടിൽ ഡോക്ടർ സൈമണിൻ്റെ വീട്ടുമുറ്റത്താണ്. മൂലയ്ക്ക് തലയെടുപ്പോടെ നിൽക്കുന്ന കാതിരി മാവിലാണ് ഒട്ടുജാലവിദ്യ പ്രായോഗികമാക്കിയിരിക്കുന്നത്. 4 ഇനം മാവുകളെ ഈ കാതിരിക്ക് കൂട്ടുചേർത്തിരിക്കുന്നു. ഇത് തായ്മാവിലെ മാങ്ങ തന്നെ, കാതിരി. ബ്ലാക്ക് ആൻഡ് റോസ്, ചന്ദനം, കൊളംബും അൽഫോൺസയും കായ്ച്ചു തുടങ്ങിയിട്ടില്ല. മാഞ്ചോട്ടിൽ ഡോക്ടർ സൈമൺ VI ഭാര്യ ഷീല സൈമനോടൊപ്പം.
ഒരു പൂന്തോട്ടത്തിൻ്റെ ഭാഗമാണ് ഈ മാവുകൾ എന്ന് കാണുമ്പോൾ തന്നെ ഡോക്ടറുടെയും ഭാര്യയുടെയും കൃഷിയോടുള്ള താല്പര്യം മനസ്സിലാക്കാമല്ലോ. പൊട്ടിത്തകർന്ന അസ്ഥികളെ ഓർത്തോപീഡിക് സർജൻ ഒട്ടിച്ചു ചേർത്ത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമിക്കുന്നു. ഗ്രാഫ്റ്റിംഗ് സർജൻ വൃക്ഷലതാദികൾക്ക് പുനർജന്മം നൽകുന്നു. മുമ്പ് മല്ലികയാണെന്ന് കരുതി നട്ടുപിടിപ്പിച്ച ഒരു മാവാണിത്. കായ്ഫലം ഗുണപ്രദമല്ലെന്ന് കണ്ടപ്പോൾ ഇതിൽ കിയോ ഇനം മാവ് പിടിപ്പിച്ചു. കായ്ച്ചു തുടങ്ങിയിട്ട് 2 വർഷമായി. ഡോക്ടർ സൈമൺ പറയുന്നത് ശ്രദ്ധിക്കൂ. ഈ മാവ് മദർ പ്ലാന്റീസ് മല്ലിക, അതുമ്മ വെച്ചിരിക്കുന്നത് ഇത് കിയോ ആണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഏകദേശം 4 വർഷമായി. ഇത് 2 വർഷമായിട്ട് കായ്ക്കാൻ തുടങ്ങി. ഇത്തവണ ഏകദേശം ഒരു 10-40 മാങ്ങ ഉണ്ടായി കാണും. ഒരു റീസണബിളി നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. 10 വർഷമായിട്ടുള്ള മാവിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു. ഇതിൽ വേറെ കോട്ടയപ്പറമ്പൻ ഉണ്ടായിരുന്നു. കോട്ടയപ്പറമ്പൻ നന്നായിട്ട് കാച്ചിരുന്നു. അത് മാങ്ങ ധാരാളം ഇത് വന്നു കഴിഞ്ഞ് അതിൻ്റെ ബ്രാഞ്ച് ഒടിഞ്ഞു പോയി, അത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ഇത് മദർ പ്ലാന്റ് കാതിരി വെച്ചിട്ടൊരു 10-12 വർഷമായിട്ടുണ്ടാവും ഈ മാവ്. ഇതുമ്മ വെച്ചിരിക്കുന്ന ഗ്രാഫ്റ്റ് ഒന്ന് ബ്ലാക്ക് ആൻഡ് റോസ്, 4 വർഷം മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങി. ഇത് ബ്ലാക്ക് ആൻഡ് റോസ്, ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് റോസ് തന്നെ. ഇത് ചന്ദനം. പിന്നെ ഇതുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തുണ്ടായിട്ടുള്ള കുളമ്പുണ്ട്, കുളമ്പ് മാങ്ങ. പിന്നെ ഉള്ളത് അൽഫോൻസ, ഒറിജിനൽ കാതിരിയുടെ മാങ്ങയാണ് ഈ കൊലകുത്തി ഉണ്ടായിട്ടുള്ളത്. മാങ്ങ മൂപ്പത്തുമ്പോൾ ഒന്നുകൂടി നല്ല സൈസ് ഉണ്ടാവും, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇനിയും ഒരിക്കൽ നാം ഇവിടെ വരുമെന്നും അന്ന് കൂടുതൽ വിഭവങ്ങളുമായി നമ്മെ സ്വീകരിക്കാമെന്നും ഈ മാവുകൾ മന്ത്രിക്കുന്നത് പോലെ തോന്നുന്നുവെങ്കിൽ അതൊരു വെറും തോന്നലല്ല, അല്ലേ? ശുങ്കിരി ഇനത്തിലുള്ള ഈ മാഞ്ചോട്ടിൽ ഗതകാല സുഖസ്മൃതികൾ അയവിറക്കുന്നത് ഒല്ലൂർ മേച്ചേരി വീട്ടിൽ ഡേവിസ് MI, ഭാര്യ ശ്രീമതി. മാഞ്ചുവടുകൾ എന്നും ഒരുതരം ഗൃഹാതുരത്വം ഉളവാക്കുന്നതാണല്ലോ. അച്ഛനും അമ്മയും കാർഷിക തൽപരരാണെങ്കിൽ മക്കൾ തീരെ അങ്ങനെ ആവാതിരിക്കില്ലല്ലോ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഒരു സൗരഭ്യമുണ്ടാവുമെന്നല്ലേ. 6 വർഷം മുമ്പാണ് ഈ ശുങ്കരിയെ ഗ്രാഫ്റ്റിങ്ങിന് വിധേയമാക്കിയത്. 5 ഇനം മാവുകൾ ഇതിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. അൽഫോൻസോ, കോശേരി, കൊളമ്പ്, ഹൈബ്രിഡ്. മല്ലിക കായ്ച്ചു തുടങ്ങിയിട്ടില്ല. ശ്രീ PM ആഗസ്റ്റിയുടെ വാക്കുകൾക്ക് കാതോർക്കാം. കേരളത്തിലെ വളരെ പേര് കേട്ട 100-150 വർഷം നിൽക്കുന്ന ഒരു മാവാണ് ചുങ്കിരി മാവ്. ആ ചുങ്കിരി മാവാണ് ഈ നിൽക്കുന്ന മാവ്. ഇത് നമ്മുടെ സിന്ദൂരം മാങ്ങ, കടയിൽ ആദ്യം വരുന്ന ആ ചുമന്ന സിന്ദൂരം മാങ്ങയുടെ അതേ മോഡൽ മാങ്ങയാണ്. കണ്ടാൽ സിന്ദൂരം എന്ന് തന്നെ പറയും. പക്ഷേ ആകെ ഒരു പ്രശ്നമുള്ളത് ഫുള്ള് പഴുക്കുമ്പോൾ പുഴുവായിരിക്കും. അതുകൊണ്ട് ഈ മാവിനെ ഞങ്ങളൊന്ന് ടോപ്പ് വർക്ക് ചെയ്ത് വെട്ടി അതിലൊരു 5 ഇനം വേറെ ഇനങ്ങൾ പിടിപ്പിച്ചു. അതിൽ കോശേരി ഒരു 2 കിലോ വരെയും വരും. ഒക്ടോബർ മാസം വരെയും ആ മാവേലുണ്ടാകും. അതിനുശേഷം അൽഫോൻസോ എക്സ്പോർട്ട് വെറൈറ്റി രത്നഗിരി ആപ്പൂസ് എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം വിഷുവിന് മുമ്പ് കിട്ടിയ മാങ്ങയ്ക്ക് ഡസൻ 2400 രൂപ വരെ വില വന്നു. ആ ഇനം ഭംഗിയായിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് കായ്ച്ച് കിടപ്പുണ്ട്. അത് ഓൾട്ടർനേറ്റ് ബെയറാണ്. എന്നാൽ അത് ഓരോ വർഷവും കാ കഴിയുമ്പോൾ ആ കൊലയുടെ അടി വെച്ച് വെട്ടി വിട്ട് കഴിഞ്ഞെന്നാൽ
എല്ലാ വർഷവും ഇത് കായ്ക്കുന്നുണ്ട്. പിന്നീട് കുളമ്പ് ഒരു റെഗുലർ ബെയറാണ്, 2-3 തവണ കായ്ക്കും, അതും ഇവിടെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഹൈബ്രിഡ് 159 അതൊരു റെഗുലർ ബെയറാണ്, അതും ധാരാളം കായ്ച്ചിട്ടുണ്ട്. മല്ലിക മാത്രം ഇനി കായ്ക്കാനുണ്ട്, അതിന് സ്വല്പം വെയിലിൻ്റെ കുറവുണ്ട്. അത് ആ വെയിൽ കൊടുത്തു കഴിഞ്ഞാൽ, വെയിൽ കിട്ടുന്ന സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടും. ഈ വർഷം ഈ മാവ് ഒട്ടിച്ചിട്ടൊരു 6 വർഷത്തോളമായി. 3 വർഷം തൊട്ട് കുറേശ്ശെ മാങ്ങ കായ്ച്ചു തുടങ്ങി. കഴിഞ്ഞിപ്പോൾ നല്ല ഗ്രോത്തായി. ഇനി ഇവനെ താഴെയുള്ള ഇനങ്ങൾക്ക് വെയിൽ കിട്ടുന്ന പോലെ പ്രൂൺ ചെയ്ത് വിട്ടും, പിന്നെ ഓരോ കൊലയുടെ അടിയിൽ വെച്ച് പ്രൂൺ ചെയ്ത് വിട്ടും, ഒരു തേയിലച്ചെടി നമ്മൾ നിർത്തുന്ന പോലെ 10-100 വർഷം ഒരേ ഷേപ്പിൽ ഇവനെ നിർത്തി കായ്പ്പിക്കാം. ഏതെങ്കിലും തരത്തിൽ തടിയേൽ വല്ല പൊട്ടിയൊലിക്കുകയോ ചെന്നീരൊലിപ്പ് പോലെ വരികയോ ചെയ്താൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 1 കിലോ 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി 250 മില്ലി ആവണക്കെണ്ണയും കൂടെ ചേർത്ത് സ്പോഞ്ച് കൊണ്ടോ കോട്ടൺ തുണി കൊണ്ടോ തടിയോൽ ഒപ്പി പിടിപ്പിച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ മാവിന് യാതൊരു ഇതും വരികയില്ല. പിന്നെ കൂടുതൽ എക്സസ് ഗ്രോത്ത് വരുന്ന ആ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റി അതിൽ എല്ലാ ഭാഗത്തും വെയിലടിക്കുന്ന സംവിധാനം ആക്കി കൊടുത്താൽ ഒരു കേടും ഉണ്ടാകാറില്ല. ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ മാവുകളിൽ സൃഷ്ടമാകുന്ന ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ സമൃദ്ധ ഗുണഫലം 4-5 തലമുറകൾക്കപ്പുറം നുണയാമെന്നാണ് ശ്രീ അഗസ്റ്റി പറയുന്നത്. കേരള സംസ്ഥാനമൊട്ടാകെ ഈ വിദ്യയുടെ പ്രചാരണ ദൗത്യം നിശബ്ദ സേവനമാക്കി മാവിൻ ചില്ലകളിൽ അത്ഭുതം തീർക്കുന്ന ശ്രീ PM അഗസ്റ്റി തലമുറകൾക്കപ്പുറം ഒരു പെരുന്തച്ച സ്മൃതി ഉണർത്തില്ലെന്ന് ആര് കണ്ടു? പരേതനായ ക്യാപ്റ്റൻ ഡോക്ടർ ജോർജ് വർഗീസിൻ്റെ വീട്ടുമുറ്റത്തെ 17 ശാഖിയായ മാവിനെ 100 മേനി വാഴ്ത്തുന്നത് കണ്ട് ആ മാവിനോട് ചേർന്ന് നിറയെ ചക്കയുമായി നിന്ന പ്ലാവിനെ ഓർക്കുന്നില്ലേ? അവൾ നമ്മോട് മൗനമായി മന്ത്രിച്ചിരുന്നു, എന്നെയും കൂടി ലോക ആരാധ്യയാക്കൂ. അതെ, മാവിലാകാമെങ്കിൽ എന്തുകൊണ്ട് പ്ലാവിലായിക്കൂടാ? കൂടുതൽ വിവരങ്ങൾക്ക് PM അഗസ്റ്റി. ഫോൺ 9446 356580.